സമ്മർ വെക്കേഷൻ അല്ലേ, കുട്ടികളുമായിട്ടൊക്കെ അടിച്ച് വിളിച്ച് നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ, അതും ഒരു റിസോർട്ടിലായാലോ. പിന്നെ നല്ല അൺലിമിറ്റഡ് ബുഫേ, നല്ല കിടിലം ആംബിയൻസ്, പിന്നെ അതേപോലെ ഒരുപാട് ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു ഇൻഫിനിറ്റി പൂൾ, ഇവിടെ തന്നെ സ്റ്റേ എടുത്തും വരാം, അല്ലാണ്ട് ബുഫേ എടുത്തും വരാം, അതല്ലാണ്ട് പാക്കേജ് ആയിട്ടും വരാം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു റിസോർട്ടിലേക്കാണ്. അപ്പോൾ ആപ്പ് സ്റ്റെപ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ആപ്പ് സ്റ്റെപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആദിശക്തി റിസോർട്ടിലാണ്. അപ്പോൾ ഈ റിസോർട്ട് എന്ന് പറയുന്നത് കോവളത്തിൽ തന്നെ ഏറ്റവും ഹൈറ്റിലിരിക്കുന്ന ഒരു റിസോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നല്ല അടിപൊളി സൺസെറ്റ് വ്യൂവും അറബിക്കടലിലേക്ക് നോക്കി നിൽക്കാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. പിന്നെ ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ ഒരു അടിപൊളി ആയുർവേദിക് മസാജിങ് സെൻ്റർ ഉണ്ട്. ഇവിടുത്തെ ഈ വിശാലമായ ലോൺസും ബാങ്കറ്റ് ഹോൾസും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മാരേജ്, വെഡിങ് ഫംഗ്ഷൻസ്, ഹൽദി ഫംഗ്ഷൻസ്, റിസപ്ഷൻസ്, ബർത്ത്ഡേ പാർട്ടി, വെഡിങ് മെനുവിനാണെങ്കിൽ ഏകദേശം 1000 പാക്സ് കപ്പാസിറ്റി വരെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിച്ച് നമുക്കൊരു പാക്കേജ് എടുത്ത് ഗെയിംസൊക്കെ കളിച്ച് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാം. അതേപോലെ തന്നെ ഡേ ഔട്ട് പാക്കേജ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റേ എടുക്കാം. നമുക്ക് ഇവരുടെ റൂംസൊക്കെ കാണാം കേട്ടോ. നല്ല ജാക്യൂസിയൊക്കെ ഉള്ള പ്രീമിയം റൂംസും ഉണ്ട്, അല്ലാണ്ട് നോർമൽ റൂംസും ഉണ്ട്. ഭയങ്കര ഭംഗിയായിട്ടാണ് ഇവർ ലോണും അതേപോലെ ഇവർ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈവനിങ്സിലൊക്കെ ഇവിടെ വന്നിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മനസ്സിനൊക്കെ ഒരു കുളിർമയൊക്കെ വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് കപ്പിളായിട്ടാണ് വരണമെങ്കിലോ അതിനുള്ള പ്രത്യേക പാക്കേജസ് ഉണ്ട്. 4400 ആണ് 1 നൈറ്റ് ഒരു കപ്പിളിന് ഇവിടെ അവൈൽ ചെയ്യാൻ പറ്റുന്നത്. ഈ 4400 ഇവരുടെ റൂം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റൂം കാണാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ കൺസ്ട്രക്ഷൻ, നല്ല ഭംഗിയുള്ള കോറിഡോഴ്സ്, അതേപോലെ തന്നെ ബെഡിൽ കണ്ടു അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഗണപതിനെയൊക്കെ ഉണ്ടാക്കിയിട്ട്. അതേപോലെ ഇവരുടെ ബാൽക്കണീസ് അത്യാവശ്യം നല്ല വൈഡാണ്, ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. അതേപോലെ എക്സ്റ്റെൻഡഡ് ബാൽക്കണി ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് നിന്ന് വ്യൂസ് ഒക്കെ കാണാം. നല്ല രസമാണ് ഇവരുടെ പ്രോപ്പർട്ടിയുടെ വ്യൂസ് ഒക്കെ. ഈ 4400 കപ്പിൾ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഡിന്നർ ഉണ്ട്, അതേപോലെ പൂൾ, ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ്, പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും അവൈൽ ചെയ്യാൻ പറ്റും ഇവരുടെ റെസ്റ്റോറൻറ്റ്സിലും അതേപോലെ തന്നെ ഇവരുടെ ആയുർവേദിക് മസാജിങ് സെൻറ്റേഴ്സിലും. കോവളത്തിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് ആയുർവേദിക് മസാജിങ് സെൻ്റർ ആണ് കേട്ടോ ആദിശക്തിയുടെ. ഭയങ്കര ട്രഡീഷണൽ ആണ്. ഇവിടെ ഇവർക്ക് ആയുർവേദിക് മസാജിങ് സെൻ്ററും ഉണ്ട്, സ്പാ റൂംസും ഉണ്ട്, അതേപോലെ ഡോക്ടറും അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ഫാർമസി, മെഡിസിൻ പ്രാക്ടീഷണർ എല്ലാം അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരുടെ മൾട്ടിപ്പിൾ പാക്കേജസ് നമുക്ക് ആയുർവേദിക് മസാജിങ് സെൻ്ററിൽ കാണാം. 100 മിനിറ്റ് റെജുവിനേഷൻ പ്രോഗ്രാം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. 3500 റുപ്പീസിൻ്റെ. ഇനി നമുക്ക് ഇവരുടെ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയാം. അപ്പോൾ നമ്മളെടുത്ത് ഡിന്നർ ബുഫേ ആണല്ലോ. അപ്പോൾ ഡിന്നർ ബുഫേ നല്ല അടിപൊളി ആംബിയൻസിൽ ഇതുപോലെ കപ്പിളായിട്ടൊക്കെ ഇരുന്ന് നമുക്ക് രസമായിട്ടൊക്കെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഇവരുടെ വിശാലമായ റെസ്റ്റോറൻറ്റിലിരുന്ന് കഴിക്കാം. അപ്പോൾ എനിവേ നമ്മളിത് ജസ്റ്റ് ഒന്ന് കാണിക്കുമായിരുന്നു. ഇത് ഓൾറെഡി ബുക്ക്ഡ് സ്പേസ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ബുഫേ വന്നിട്ട് 3 നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്യുന്ന ലഞ്ച് ബുഫേ അല്ലെങ്കിൽ ഡിന്നർ ബുഫേ 700+ GST ആണ് നോർമലി പെർ പേഴ്സൺ ബേസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ ഔട്ട് പാക്കേജ് ആണെങ്കിൽ നമ്മൾ ഈ ടെക്നോ പാർക്ക് എംപ്ലോയീസിനൊക്കെ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അപ്പോൾ ഈ ഔട്ടിംഗ് പാക്കേജ് ഇൻക്ലൂഡിങ് നമ്മുടെ പൂളും ഇൻഡോർ ഗെയിംസും ഔട്ട്ഡോർ സ്പേസും ഔട്ട്ഡോർ ഗെയിംസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ബുഫേയും അതേപോലെ ഈവനിങ് ടീ സ്നാക്സും എല്ലാം കൂടി 900+ GST ഉള്ളൂ ടെക്നോ പാർക്ക് എംപ്ലോയീസിന് കേട്ടോ. സ്പെഷ്യൽ ഓഫറാണ്. ഇനി നോർമലി ഡിസ്കൗണ്ട് ഒന്നും ഇല്ലാതെ 1150+ GST ആണ് കേട്ടോ ഈ ബുഫേ വരുന്നത്. നോൺ വെജ് ഐറ്റംസ്, ചിക്കൻ്റെ, ഫിഷിൻ്റെ ഏതാന്ന് വെച്ചാൽ അന്നത്തെ ഏത് ഐറ്റം എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. പിന്നെ നമുക്കന്ന് മോരും കിട്ടിയായിരുന്നു കേട്ടോ. നല്ല കുടത്തിലൊക്കെ ഇട്ട് അടിപൊളി മോര്. ചൂടുകാലം ആയതുകൊണ്ട് ഒരു സൂപ്പും ഒരു മോരും അങ്ങനത്തെ ഒരു കോമ്പിനേഷനായിരുന്നു അവർ വെച്ചിരുന്നത്. പിന്നെ കൂടുതൽ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വന്ന ക്യുസീനായിരുന്നു. കാരണം ആ സമയത്ത് അവിടെ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റ് കൂടുതലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി അവർ സ്പെഷ്യലായിട്ട് ക്യുസീൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ബുഫേ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം നമുക്ക് ഏതൊക്കെ വെജ് ഏതൊക്കെ നോൺ വെജ് അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. രാത്രി ആയപ്പോഴേക്കും ആമ്പലൊക്കെ അങ്ങ് വിരിഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് സിഗ്നേച്ചർ ഐറ്റംസ് കൂടെ ട്രൈ ചെയ്തു. അത് ഇവരുടെ തവ ഗ്രിൽ പ്രോൺസ്, ഡ്രാഗൺ ചിക്കൻ, അതേപോലെ സ്റ്റഫ്ഡ് നാൻ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. അപ്പോൾ സ്റ്റഫ്ഡ് നാനൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കഴിക്കും കേട്ടോ. പനീർ ഫില്ല് ചെയ്ത നാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റും ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ആ ഒരു നോർത്ത് ഇന്ത്യൻ ക്യുസീൻ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. കേരള സ്റ്റൈലിലുള്ള അവരുടെ ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ ഓർഡർ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പയും മീൻകറിയും മുളക് ചമ്മന്തിയും. അപ്പോൾ കപ്പയും മുളക് ചമ്മന്തിയും കിടിലായിരുന്നു. മീൻകറി ആണെങ്കിൽ നല്ല കൊഴുത്ത ഗ്രേവി, കുടംപുളിയൊക്കെ ഇട്ട അടിപൊളി മീൻകറി ആയിരുന്നു കേട്ടോ.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഡെസേർട്ട് ഐറ്റംസിൽ നമ്മുടെ ബുഫയുടെ പാർട്ടായിട്ട് വന്ന ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഡെസേർട്ട് ഐറ്റം ട്രൈ ചെയ്തു. അതിനുശേഷം ഞാനൊരു ഫ്രഷ് ജ്യൂസ് കൂടെ മേടിച്ച് കുടിച്ചു കേട്ടോ. കാരണം ഭയങ്കര ദാഹമല്ലേ, സമ്മർ ടൈം ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ജ്യൂസ് കുടിച്ചു. അപ്പോൾ ഡെസേർട്ടും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റി ഗുലാബ് ജാമുൻ ആൻഡ് ഐസ്ക്രീം. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് കളിക്കാമല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിച്ചു. കളിക്കാൻ പോയാലോ, അപ്പോൾ നമ്മുടെ വയറൊക്കെ താഴും. അങ്ങനെ നമ്മൾ ഗെയിംസിൽ ഈ ഫൂട്ബോളൊക്കെ കളിച്ചു. അതേപോലെ തന്നെ അവിടെ ഇൻഡോർ ടെന്നീസ് ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഔട്ട്ഡോർ ഗെയിംസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിവേ അവരൊരു ടർഫ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടർഫ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ക്രിക്കറ്റോ ഫുട്ബോളോ എന്ത് ടൈപ്പ് ഗെയിംസും അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതും ഈ പാക്കേജിൻ്റെ പാർട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇൻഫിനിറ്റി പൂളിലും കൂടെ ഇറങ്ങി കുറേ ടൈം എൻജോയ് ചെയ്തു. അപ്പോൾ ശരിക്കും നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ വരെയല്ലേ, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ നിങ്ങൾ റിസോർട്ടിലേക്കൊക്കെ ഇറങ്ങിക്കോ. നമ്മുടെ കോളത്തില്ല ആദിശക്തി കോൺടാക്ട് നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് ബുക്ക് ചെയ്യുക. ബുഫേ ആയാലും പാക്കേജ് ആയാലും എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ. എല്ലാം അടിച്ചു പൊളിച്ചോളൂ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ, സി യു, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ വരുന്നവരെ സി യു.